അതുപോലെ IELTSനുള്ള സ്കോപ്പ് പോലെ തന്നെയാണ് PT-ക്കും ഉള്ളത്. കാനഡ SDS ആപ്ലിക്കേഷൻ അംഗീകരിച്ചതോടുകൂടി PT ഒരു പുതിയ ടെസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനെ നമ്മൾ PTE കോർ എന്നാണ് പറയുന്നത്. അതിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും IELTS ജനറലാണ്. ഓക്കെ, IELTS ജനറൽ എന്ന് പറയുന്നതാണ് നമ്മൾ PTE കോർ എന്ന് പറയുന്നത്. ഇനിഷ്യലി PTE എന്ന് പറയുന്നത് 2 തരം ടെസ്റ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ, PTE അക്കാഡമിക്കും PTE ജനറലും. ഇവിടെ നമുക്ക് PTE ജനറൽ എന്ന ടേം കുറച്ച് കൺഫ്യൂസിങ് ആണ്. IELTS ജനറൽ അല്ല PTE ജനറൽ എന്ന് പറയുന്നത്. നമ്മൾ IELTS ലൈഫ് സ്കിൽ എന്ന് പറയുന്നതാണ് PTE ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ PTE ജനറൽ എന്താണ് ചെയ്യുന്നത്, അതായത് ലൈഫ് സ്കിൽ ടെസ്റ്റുകൾ A1, B1, CFR ലെവൽ ടെസ്റ്റുകളാണ് PTE ജനറൽ പ്രോമിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ PTE ജനറൽ എന്താണെന്ന് മനസ്സിലായി, PTE അക്കാഡമിക്കിൻ്റെ സ്കോപ്പ് മനസ്സിലായി, PTE കോർ എന്താണെന്നുള്ളത് മനസ്സിലായി കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് PTE UK പോകേണ്ടതെങ്കിൽ PTE UKVIയും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് PTE ടെസ്റ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. IELTSുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് IELTSൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അറിയാം, ഓരോ മൊഡ്യൂൾസിനും ഓരോ സ്കിൽ അസസ്മെൻറ്റിനും സെപ്പറേറ്റ് മൊഡ്യൂൾസ് ഉണ്ട്. അതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പ്രിപ്പറേഷൻ വേണം. അതുപോലെ തന്നെ അതിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഓരോ മൊഡ്യൂളിനെയും ബേസ് ചെയ്തുള്ള ടെസ്റ്റാണ്. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് മച്ച് ടൈം, നിയർലി 2.5 hours. ഓക്കെ, അപ്പോൾ 2.5 മണിക്കൂർ ഏതാണ് ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങിനും വേണ്ടി മാത്രം. സ്പീക്കിംഗ് ടെസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് വേണം. ഇതൊക്കെ IELTSൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ IELTS എക്സാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ദിവസത്തെ മെനക്കേടുണ്ട്, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ PT എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംപ്ലസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സിംപ്ലസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് PT എക്സാം ടേക്സ് ഓൺലി 2 hours. ആക്ച്വലി 2 മണിക്കൂറത്തെ ടെസ്റ്റ് മാത്രമാണുള്ളത്. പക്ഷേ ആ ഒരു ഹാൾ പ്രിപ്പറേഷനും എല്ലാം കൂടെ കണക്ക് കൂട്ടി വരുമ്പോൾ ഒരു 2.5 നിയർലി 3 hours എടുക്കും. പക്ഷേ എക്സാക്റ്റ് ടെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഓൺലി 2 hours മാത്രമാണ്. കാരണം PTയുടെ 3 പാർട്ടുകൾ എന്ന് പറയുന്നത് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ടേക്സ് 1 hour, സെക്കൻഡ് പാർട്ട് റീഡിംഗ് ടേക്സ് 30 minutes ആൻഡ് തേർഡ് പാർട്ട് ലിസണിങ് ടേക്സ് 30 minutes. അപ്പോൾ 1 hour 30 minutes 30 minutes ഇങ്ങനെ 2 hour മാത്രമാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ നമുക്ക് ആ ഒരു സിംപ്ലിസിറ്റി കാണാൻ പറ്റും. സെക്കൻഡ് മോസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് PTയുടെ റിസൾട്ട് വിത്തിൻ അവേഴ്സ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. IELTSൻ്റെ റിസൾട്ട് നമുക്കറിയാം ഏകദേശം 13ാമത്തെ വർക്കിംഗ് ഡേയിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. പക്ഷേ PT എന്ന് പറയുന്നത് ദേ പ്രോമിസ് ദ റിസൾട്ട് വിൽ ബി പബ്ലിഷ്ഡ് വിത്തിൻ 2 working days. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ ഇന്ന് എക്സാം എഴുതിയാൽ നാളെ രാവിലെ ആവുന്നതിന് മുമ്പേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പം നമുക്ക് പേപ്പർ ഡോക്യുമെൻറ്റേഷൻ പർപ്പസ് വളരെ സ്പീഡി ആയിട്ട് ചെയ്യാൻ പറ്റും. എമർജൻസി ആയിട്ടുള്ളവർക്ക് PT എക്സാം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് IELTS എക്സാം അസസ് ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സ് ആണ്. ഓക്കെ, AI ബേസ്ഡ് അസസ്മെൻ്റ് ആണ് PTയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എറർ ഫ്രീ PT എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംപ്ലർ ആൻഡ് ഫാസ്റ്റർ ദാൻ IELTS. ഓക്കെ, റീഡ് അലൗഡിന് തൊട്ട് മുമ്പായിട്ട് പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. ആക്ച്വലി നമ്മുടെ PT ടെസ്റ്റ് തുടങ്ങുന്നത് പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സെക്ഷനോട് കൂടിയാണ്, പാർട്ട് 1 ഉൾപ്പെടുത്തിയിട്ടുള്ള സെക്ഷനോട് കൂടിയാണ്. ഹിയർ യു വിൽ ബി ആസ്ക്ഡ് ടു സ്പീക്ക് അബൌട്ട് യുവർ സെൽഫ്, സം സ്മോൾ ഇൻഫർമേഷൻ അബൌട്ട് യുവർ സെൽഫ്, ആൻഡ് ഫോർ ദാറ്റ് യു വിൽ ബി ഗിവൺ എ സ്മോൾ പ്രോംപ്റ്റ് ആൻഡ് യുവർ മൈക്രോഫോൺ സ്പീക്കിംഗ് പ്രോഗ്രസ് ബാർ വിൽ ബി സ്റ്റാർട്ടിങ്. ഓക്കെ, അപ്പോൾ ആ പ്രോഗ്രസ് ബാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യു നീഡ് ടു സ്പീക്ക് ഫോർ 30 seconds, ഓൺലി ഫോർ 30 seconds. ആൻഡ് റിമെമ്പർ ഒരൊറ്റ തവണ മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബിക്കോസ് ദിസ് സെക്ഷൻ വിൽ നോട്ട് ബി അസസ്ഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ദിസ് സെക്ഷൻ ഈസ് ഓൺലി ടു ചെക്ക് അവർ മൈക്രോഫോൺ, ടു ചെക്ക് ഓൾ അതർ ആക്സസറീസ് ഇൻ ദ ടെസ്റ്റ് സെൻറ്റർ. അത്രയേ ഉള്ളൂ. അപ്പോൾ പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പം നമ്മളങ്ങനെ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് നെക്സ്റ്റ് കംസ് ദ ഫസ്റ്റ് സെക്ഷൻ ഓഫ് ദ ടെസ്റ്റ്, റീഡ് അലൗഡ്. Okay dears, now let's have a detailed look on the different types of questions asked in PT exam in different levels or different parts of the test. Okay, now first part എന്ന് പറയുന്നത് speaking and writing ആണ്. Speaking and writing, there will be 8 types of questions. ഒന്നാമത്തെന്ന് പറയുന്നത് റീഡ് അലൗഡ് ആണ്. റീഡ് അലൗഡ് എന്ന് പറയുമ്പോൾ
നമുക്ക് a short passage of nearly 60 words will be displayed on the screen, and for that you need to speak out. Okay, read aloud with the right pronunciation, accent, stress and intonation as in the native ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ റീഡ് അലൗഡ് എന്ന് പറയുന്നത് മനസ്സിലായോ? റീഡ് അലൗഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേയിൽ നമുക്ക് ഒരു 60 വേർഡ്സ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് പാസേജ് തരും. അത് നമുക്ക് ഒരു പ്രിപ്പറേഷൻ ടൈമുണ്ട്, 20 സെക്കൻഡ്സ് നമുക്ക് വായിച്ച് നോക്കാനൊരു സമയമുണ്ട്. അതിനുശേഷം ഈ സമയം കഴിയുമ്പോൾ നമുക്ക് മൈക്രോഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യണം. സ്പീക്കിംഗ് ആണ്. സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോൺ വിൽ ബി റെക്കോർഡഡ്. അപ്പോൾ മൈക്രോഫോൺ സ്റ്റാർട്ടാകുമ്പോൾ അവിടെ ഒരു നമ്മുടെ സ്പീക്കിംഗ് പ്രോഗ്രസ് കാണിക്കുന്ന ഒരു ഗ്രീൻ ബാർ മോണിറ്ററിൽ തെളിയും. അതുപോലെ വാർണിംഗ് ടോണും കാണും. ഈ വാർണിംഗ് ടോണിന് ശേഷം ഇത് സ്റ്റാർട്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഇത് വായിക്കണം. അതാണ് റീഡ് അലൗഡ് സെക്ഷൻ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ നമ്മൾ സ്കൂൾ ടൈമിൽ നമ്മൾ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് പറയത്തില്ലേ, ഓക്കെ റീഡ് ദ ടെക്സ്റ്റ് എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. റീഡ് എലൗഡ് ആണ്. ഓക്കെ, ഹിയർ യു വിൽ ബി അസസ്ഡ് യുവർ സ്പീക്കിംഗ് സ്കിൽസ്, യുവർ പ്രൊനൗൺസിയേഷൻ, സ്ട്രെസ്, ആക്സെൻറ്റ്. ഇതാണ് റീഡ് അലൗഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വാർണിംഗ് ടോൺ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, 3 സെക്കൻഡിന് ശേഷവും നിങ്ങൾ സംസാരിച്ച് തുടങ്ങിയില്ല എങ്കിൽ ഇറ്റ് വിൽ ബി ക്യാൻസൽഡ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നോണം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ്, റീഡ് അലൗഡ്.